അപ്പം 12-ാം തീയതിക്കും 10 ദിവസത്തിനകം 10 ദിവസം മുമ്പ് ഈ കേസിൻ്റെ കാതലായ കാര്യങ്ങൾ 31 പേർക്ക് അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ്, കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് പ്രസിഡന്റിനും ജസ്റ്റിസ് കമാൽ പാഷയ്ക്കും അങ്ങനെ 31 പേർക്ക് അത് ലഭിച്ചിരിക്കുന്നു. അത് ലഭിച്ച ആ രജിസ്റ്റേർഡ് ലെറ്ററിനകത്തെ കണ്ടൻസ് തന്നെയാണ് ജഡ്ജ്മെൻറ്റിൻ്റെ വിധിയും വന്നിരിക്കുന്നത്. അതിനകത്ത് ആരോ ജഡ്ജ്മെൻറ്റ് എഴുതിയ ഒരാളുടെ പേരൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അത് അജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ 10-ാം പ്രതിയെ കാണിച്ചിട്ടാണ് അപ്രൂവൽ വാങ്ങിച്ചതെന്നൊക്കെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നത് നമുക്ക് എത്രത്തോളം അത് ശരിയാണെന്ന് അറിയില്ല. എങ്കിലും അത് ആ രീതിയിലൊന്നും നമ്മൾ പ്രതികരിക്കുന്നില്ല. കാരണം അങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ 31 പേർക്ക് കോടതിയുടെ ആ ജഡ്ജ്മെൻറ്റ് രത്നച്ചുരുക്കം ലഭിച്ചിരിക്കുന്നു 10 ദിവസം മുമ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് അത് അഡ്വക്കേറ്റ് അസോസിയേഷൻ, ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ അതിൻ്റെ കോപ്പി കൊടുക്കുകയും അത് നടപടി വേണമെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് പൊതു നന്മയ്ക്ക്. അതിനാണ് കേസെടുക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ DGPക്ക് DGPക്ക് ലെറ്റർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും കേസെടുക്കണം. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്ഥലത്ത് ആഷ് വാല്യൂ മാറ്റിയ അതിൻ്റെ ഒറിജിനൽ ഡിജിറ്റൽ ദൃശ്യത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുള്ളതിനും തീർച്ചയായിട്ടും എടുക്കണം. അങ്ങനെ ആ 3 കേസും ഇതുപോലെ ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ജഡ്ജ്മെൻറ്റ് നേരത്തെ പുറത്തേക്ക് വന്നു എന്നുള്ള കാര്യത്തിൽ സുതാര്യത ഇല്ല ആ കാര്യത്തിൽ. അതുകൊണ്ട് ആ കാര്യത്തിന് ഒരു കേസെടുക്കുന്നത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി DGP കരുതണം എന്നാണ് ഞാൻ കരുതുന്നത്.